ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കഴിഞ്ഞ വർഷം സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. സുധീഷ് കുമാർ ആരായിരുന്നു? എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു. വാസു എന്ന നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PA ആയിരുന്നു. വാസുവിൻ്റെ എല്ലാ ചെയ്തികളും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അറസ്റ്റിലായത്. അതുകൊണ്ട് സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. മൂന്നാം പ്രതിയായിട്ടാണ് ആദ്യത്തെ കേസിനകത്ത് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയില് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവിന് അയച്ചിരുന്നു. അതിൽ നിന്നാണ് കൂടുതൽ തെളിവുകൾ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ PA ആയിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റോടുകൂടി അദ്ദേഹത്തിന്റെ വീട് SIT റെയ്ഡ് ചെയ്തപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് വാസുവിന്റെ ഒരു ലെറ്റർ ലഭിച്ചിരിക്കുന്നത്. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ് തന്നെയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കടത്തിന് കാരണക്കാരായ വ്യക്തികളിലെ പ്രമുഖരായ ഒരു വ്യക്തി തന്നെയാണ് വാസു എന്ന് പറയേണ്ടി വരും. വാസുവിൻ്റെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും, അല്ലെങ്കിൽ നീങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അന്വേഷണം പകുതി വഴിക്കിട്ടിട്ട് SITക്ക് പോകേണ്ടി വരും. അവർക്കങ്ങനെ പോകാൻ കഴിയില്ല. ഗവൺമെൻറ് ഡയറക്ഷനൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇടപെട്ടിരിക്കുന്നത്. അവിടെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ ഒക്കുള്ളൂ. നമുക്ക് വെളിയിലെ സർക്കാരിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി പലരും പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് നമുക്കറിയാം. കേരളത്തിൽ അവരൊക്കെ പിന്നീട് പെൻഷൻ വാങ്ങാതെയും അല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെന്ന് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് രാഷ്ട്രീയ ചിന്തയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വേണം സർവീസിലുണ്ടാകാൻ. സത്യവും നീതിക്ക് വേണ്ടി നിൽക്കണം. ഭൂരിപക്ഷം നല്ലൊരു ശതമാനം ആൾക്കാർ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കറപ്ഷനിലോട്ട് പോയി കഴിഞ്ഞു. വലിയ ബൃഹത്തായ വീടുകളും കാറുകളൊക്കെ ഉപയോഗിച്ച് നടക്കുന്നത് കാണുമ്പോൾ അതിനുള്ള വരുമാനം ഇല്ലാതെ എന്ന് നമുക്കറിയാം. പക്ഷേ അവർക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് വിജിലൻസ് അതിശക്തമാകട്ടിരിക്കുന്നു. ശബരിമല വിജിലൻസ് അവിടെ ഉണ്ടായിട്ടും ഒരു കാര്യവും നടത്തിയില്ല. ഹൈക്കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് അവര് സത്യം കുറെയെങ്കിലും പുറത്തേക്ക് ഹൈക്കോടതിയെ അറിയിച്ചത്. അതുവരെ മിണ്ടാതിരുന്നവരാണ് ഹൈക്കോടതിയിലെ അവിടുത്തെ സൂപ്രണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ SP, വിജിലൻസ് SP. അതുകൊണ്ട് ഇപ്പം നല്ലവനായിട്ട് ചമഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ഭാഗത്തുള്ള വീഴ്ചയ്ക്ക് സമാധാനം പറയേണ്ടി വരും. ഇപ്പൊ തന്നെ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് വാസുവിന്റെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. കാരണം അതിന് മുന്നോടിയായിട്ട് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ജയശ്രീ എന്ന അവിടുത്തെ ദേവസ്വം ബോർഡിലെ കമ്മീഷണർ അവരും അറസ്റ്റിലേക്ക് തന്നെ പോകും. അവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി നേരിട്ട് ഹൈക്കോടതിയിൽ അങ്ങ് ചെന്നിരിക്കുന്നു. ഹൈക്കോടതി അവർക്ക് ശരിക്കും കൊടുത്തതായിട്ടാണ് മനസ്സിലായത്. കാരണം അവർ താഴത്തെ കോടതിയിലല്ലേ പോകേണ്ടത്. അവരിനെ VIP ആണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചോ. നേരിട്ട് ഹൈക്കോടതി ചെന്ന് ജാമ്യം അപേക്ഷിക്കാൻ കോടതി അത് പരിഗണിച്ചേ ഇല്ല. ആ ജാമ്യത്തിൻ്റെ കേസ് അവർ ലോവർ കോർട്ടിലോട്ട് പോകുന്നു. ഏറ്റവും ലോവർ കോടതി പോയിട്ട് ജാമ്യം തള്ളിയിട്ട് അതിൻ്റെ ഹയർ കോടതി സെഷൻസിൽ പോയിട്ട് അവിടെ തള്ളിക്കഴിഞ്ഞാൽ മാത്രമാണ് ഹൈക്കോടതി പോകുന്നത് ഉചിതം. ഇവിടെ റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അറിയാതെ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രാരംഭമായിട്ട് അവിടെ ജാമ്യാപേക്ഷ കൊടുക്കണം. അവിടെ ഒരു തരത്തിലും കോടതിയിൽ ജാമ്യം കിട്ടത്തില്ല. കേസ് അന്വേഷണ സ്റ്റേജിലാണ്. അതിന് ഇവരെ ചോദ്യം ചെയ്തിട്ട് പോലും ഇല്ല എന്ന് എനിക്കത് പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്തിൽ വന്ന് ഈ FIR എടുത്തതോടനുബന്ധിച്ച് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. അവർക്ക് എന്തായാലും സ്ത്രീ ആയാലും ശരി ആരായാലും ശരി അവര് റിമാൻഡിൽ തന്നെ പോകും. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ മാത്രമേ അവർക്ക് ജാമ്യം ലഭിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ വാസുവിൻ്റെ ഊഴമായി. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നതാണ്. അതിനു മുമ്പ് ദേവസ്വം ബോർഡിൽ തഴക്കവും പഴക്കവുമുള്ള ജോലികളിൽ അദ്ദേഹം ഇരുന്നിരുന്നു. വാസുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത ഒരു ഇമെയില് അദ്ദേഹത്തിന് കുരിശായി, സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് മിച്ചമെന്ന സ്വർണം എന്ത് ചെയ്യണമെന്ന്. അതിനിപ്പോൾ ഒരു ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര ഉന്നത പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയല്ലേ. അത് ശബരിമലയിലെ സ്വർണമാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ ഒരു വാദഗതി, ഒരു ഡിഫൻസ് ഒക്കെ പറയുന്ന കേട്ട് കൊച്ചു പിള്ളേർ പറയുന്ന ഒരു ഡിഫൻസ് തന്നെയാണ്. കാരണം അത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഇതുപോലെയുള്ള മോശമായ മറുപടി ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും ഉചിതം. അതൊന്നും വിലപ്പോവില്ല. ആ ഉന്നത സ്ഥാനത്ത് വന്ന് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് വന്നു കയറി ഇരുന്നിട്ട്
അവിടുന്ന് സ്വർണം കടത്തിക്കൊണ്ടുപോയത് ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിലെന്തെങ്കിലും റോൾ അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അതിലേക്ക് വരും. കാരണം അദ്ദേഹത്തിന്റെ PA അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹത്തിനെ അറസ്റ്റിലേക്ക് ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. കാരണം ശബരിമലയിലെ ഉന്നതമായ പോസ്റ്റുകളിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഉപയോഗിച്ച് വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടുന്ന് നഷ്ടപ്പെട്ട അവിടുത്തെ ശ്രീ അയ്യപ്പന്റെ സ്വർണമാണ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവിടുന്ന് ചെറിയ സാധനം മോട്ടിച്ചുകൊണ്ട് പോയതല്ല. ആ അയ്യപ്പനെ സ്തുതിക്കുന്ന, അയ്യപ്പനെ ആരാധിക്കുന്ന ലക്ഷോപജന ജനങ്ങൾ അയ്യപ്പനെ കണ്ട് നിർവൃതി അടയുന്ന ആ അയ്യപ്പൻ ധരിച്ച് അയ്യപ്പനെ മൂടിയിരിക്കുന്ന പൊതിഞ്ഞിരിക്കുന്ന സ്വർണം അടിച്ചുകൊണ്ട് പോയവന്മാരാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ചായ്വോ അല്ലെങ്കിൽ അവര് നിരപരാധിയാണ് എന്ന് പറയുന്നതിലല്ല, അത് അടിച്ചുകൊണ്ട് പോയതിന് കൂട്ട് നിന്നിട്ട് അതിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഏകദേശം 70 ലക്ഷം രൂപയോളം അവിടെ ഒരു ട്രാൻസാക്ഷനകത്ത് നമ്മൾ കണ്ടു. ആദ്യം 15 ലക്ഷം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തു സ്വർണം വാങ്ങിച്ചയാള്. അതിനുശേഷം പല സമയത്തായിട്ട് 70 ലക്ഷം രൂപ വേറെയും വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. 85 ലക്ഷം രൂപ വന്നിരിക്കുന്നു അവിടെ തന്നെ. ശബരിമലയിലെ എങ്ങനെ പോയാലും ഇപ്പോഴത്തെ കണക്ക് മകസറിനകത്ത് എത്ര സ്വർണം പൂശി, ബാക്കി സ്വർണം എത്ര, ഇതൊക്കെ എങ്ങോട്ട് പോയി, ആരടിച്ചുകൊണ്ട് പോയി, കാലാകാലങ്ങളിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് മെമ്പർമാരും സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അതിന് ബാലിശമായുള്ള മറുപടിയൊന്നും വിലപ്പോകില്ല. സ്വർണം കട്ടവരാണ്, അല്ലെ കട്ടതിന് കൂട്ടുനിന്നതാണ്, ഇല്ലെങ്കിൽ കട്ടുകൊണ്ട് പോയപ്പോൾ അത് കണ്ട് മിണ്ടാതെ നിന്നവരാണ്, അല്ലെങ്കിൽ കട്ടവരെ ഷെയർ വാങ്ങിച്ചവരാണ് ക്യാഷായിട്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇതിനകത്തുനിന്ന് ഒരു രാഷ്ട്രീയമായ ഒരു മോചനം ലഭിക്കുമെന്ന് ഇവരാരും കരുതണ്ട. അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഡിവിഷൻ ബെഞ്ചിന്റെ ഇന്റർഫിയറൻസ് ആണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. സത്യസന്ധമായിട്ട് ഹൈക്കോടതി മുമ്പിൽ പറഞ്ഞില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെള്ളത്തിലാവും. അതുകൂടെ ചിന്തിച്ചോണം. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കം അവർ നടത്തരുത്, അത് ഡിലേ വരുത്തരുത്. കൃത്യമായിട്ട് ഈ കേസിന്റെ അന്വേഷണം, ആദ്യത്തെ പ്രൈമറി കേസുകളിലെ 2 എഫ്ഐആർ ഉണ്ട്, അതിന്റെ അന്വേഷണം പൂർത്തിയാക്കണം എത്രയും പെട്ടെന്ന്. അതിലേക്ക് അറസ്റ്റ് ചെയ്യാൻ എത്ര ഉന്നതനായാലും ശരി, ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ഏത് ദേവസ്വം ബോർഡ് മന്ത്രി ആയാലും ശരി, അത് അറസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി റിമൈൻഡ് ചെയ്തിട്ട് അവർ നിരപരാധി എന്ന് കോടതിയിൽ തെളിയിക്കട്ടെ. അവർക്ക് ആ രീതിയിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പണം മറ്റു മാർക്കറ്റ് കൂടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെടുത്ത് പറയുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചാടേണ്ടി വരും. അത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. ഇനി ഇത് ക്ഷമിക്കാൻ കഴിയില്ല. ഈ കേസിന്റെ അന്വേഷണം 6 അല്ലെങ്കിൽ 8 ആഴ്ചക്കകം പൂർത്തിയാക്കിയിരിക്കും. അതിനുശേഷം തുടർച്ചയായിട്ട് എടുക്കുന്ന എഫ്ഐആറുകളിൽ ഇവരെല്ലാവരും കഥാപാത്രങ്ങളാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.